ഹായ് ഒരുപടി നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ് ലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ്. ജീവിക്കാനുള്ള ഊർജം, പോഷകങ്ങൾ, ആരോഗ്യം ഇവയെല്ലാം ഭക്ഷണത്തിലൂടെയാണല്ലോ ലഭിക്കുന്നത്. ഭക്ഷണത്തോടുള്ള നമ്മുടെ ബന്ധം ശാരീരികം മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെയും സംസ്കാരത്തെയും ആത്മാവിനെയും തൃപ്തിപ്പെടുത്തുന്ന ശക്തി കൂടിയാണ്. ആഹാരം ശരീരത്തിനാവശ്യമായ പോഷകഘടകങ്ങളായ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയെല്ലാം നൽകുന്നുണ്ട്. ഓരോ ഭക്ഷണത്തിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഒരു സാന്ത്വനത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ഓർമ്മകളുടെ, ഉത്സവകാല രുചികളുടെ, ചടങ്ങുകളുടെ, സംഗമങ്ങളുടെ ഒക്കെ ചരിത്രം. അത് മനുഷ്യഹൃദയങ്ങളിൽ അനശ്വരമായ പരിവേഷം തീർക്കുന്നു. പല മതവിശ്വാസങ്ങളിലെയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങളിലും ഭക്ഷണത്തിന് പ്രത്യേക സ്ഥാനമാണുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ഈ പാചകവും. വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ജീവിത പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ഗുരു ആയിരുന്നു ജോൺ സി മാഷ് എന്ന സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പ്രൊഫസർ ജോൺ സി ജേക്കബ്. പയ്യന്നൂർ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന അദ്ദേഹം 1972 കേരളത്തിൽ ആദ്യമായി ക്യാമ്പസ് ലെവൽ സുവോളജിക്കൽ ക്ലബ്ബ് സ്ഥാപിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആദ്യ പാഠം പഠിച്ചത് മാഷിൽ നിന്നായിരുന്നു എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളിലും സമൂഹത്തിലും പ്രകൃതി പ്രേമം വളർത്തുക ചെയ്ത ശ്രമങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഹരിത ബോധവൽക്കരണത്തിന് അടിത്തറ പാകിയതും അദ്ദേഹം തന്നെയായിരുന്നു. 1990-92 കാലഘട്ടത്തിൽ അദ്ദേഹം മാടായിപ്പാറയിൽ ഒരു വീട്ടിലായിരുന്നു താമസം. ആ വീടിൻ്റെ ഉടമ സുമാരമാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് മാടായി കോളേജിലെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറും എൻ്റെ കൊളീഗുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകുമായിരുന്നു. അപ്പോൾ മാടായിപ്പാറയിലൂടെ മാടായിക്കാവിൻ്റെ ഓരം ചേർന്ന് വടുകുന്ന് ക്ഷേത്രത്തിനടുത്തുള്ള ഒരിക്കലും പറ്റാത്ത ജൂതക്കുളത്തിനടുത്തുള്ള യാത്ര ഒരനുഭവം തന്നെയാണ്. ഒരു ദിവസം ഞങ്ങൾ ഹസ്ബൻഡ്, ഞാനും കൂടി, മക്കളും കൂടി ജോൺസി മാഷെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഒരു മുറിയുടെ മൂലയിൽ വിറകടുപ്പിൽ കലത്തിൽ കുറച്ച് അരിയും ചെറുപയറും ഒരു മുളകും പൊട്ടിച്ചിട്ടിട്ട് വെള്ളമൊഴിച്ച് കഞ്ഞി വെക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചിട്ട് കുളിക്കാൻ പോയി. തിരിഞ്ഞു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ കിച്ചടിയാന്ന് റെഡി. ഗോസായിക്കഞ്ഞി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ? എന്തൊരു സാത്വികമായ ഭക്ഷണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മോന്, ചെറിയാണ് മോനും മോളും, എൻ്റെ ചെവിയിൽ പറഞ്ഞു, അമ്മേ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ച്, കാരണം നല്ലതല്ലേ. ഞാൻ അല്പം അലങ്കാരങ്ങളൊക്കെ ചേർത്തു. കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകും ഒരു 2 അല്ലി വെള്ളുള്ളിയും ഒരു കറിവേപ്പിൻ തണ്ടും ഉപ്പും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കുക്കറിൽ വേവിച്ച ആ ചെറുപയർ അരിയിൽ ചേർക്കുക ചെയ്തത്. എന്നിട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു കാന്താരി ചമ്മന്തിയും അച്ചാറും ആക്കി. ചുട്ട പപ്പടം ഉണ്ടെങ്കിൽ കുശാൽ. ഈ 2025 മക്കളിടയ്ക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും അല്ലേ? കേരളത്തിൻ്റെ പരമ്പരാഗതവും ഔഷധ ഗുണസമ്പന്നവുമായ ഒരു ഭക്ഷണം. മാഷിൻ്റെ അഭിപ്രായത്തിൽ ഭക്ഷണം ഒരു സംസ്കാരവും ശീലവുമാണ്. സ്നേഹത്തോടെ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് ഒരാത്മാവ് കൂടിയുണ്ടെന്ന് അദ്ദേഹം പറയുമായിരുന്നു. മാഷിൻ്റെ കിച്ചടി വെറും ഒരു ഭക്ഷണം മാത്രമായിരുന്നില്ല, ജീവിതം എങ്ങനെയൊക്കെ ലളിതമായി നയിക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു പാഠം കൂടിയായിരുന്നു. കേരളത്തിൻ്റെ പരമ്പരാഗത രുചി, തനതായ രുചി. മാഷിക്കൻ്റെ പ്രണാമം.